ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ ഒഴിവാക്കിയതിന് പിന്നിൽ സിപിഐഎം ബിജെപി ഡീലിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷം. നഗരമധ്യത്തിലുള്ള ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് രേഖപ്പെടുത്തിയത് ബോധപൂർവമാണെന്ന് കോൺഗ്രസും ആരോപിച്ചു. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടാകുന്ന അത്ര കഴിവുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാക്കന്മാർ പറയട്ടെ. ബിജെപി സിപിഐഎം ഡീലിന്റെ ഭാഗമായാണെന്ന് കോൺഗ്രസ് അംഗം ലബീബ് ഹസനാണ് ഉന്നയിച്ചത്. കൌൺസിൽ അജണ്ടയിൽ നിന്ന് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേര് ബോധപൂർവം ഒഴിവാക്കിയതാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സിപിഐഎം ബിജെപി ഡീലിന്റെ ഭാഗമാണിതെന്നും ലബീബ് വ്യക്തമാക്കി. സ്റ്റേഡിയത്തിന്റെ നവീകരണം സംബന്ധിച്ചുള്ള അജണ്ടയിലെ ചർച്ചയ്ക്കിടയിലാണ് വിവാദമായ ആരോപണവുമായി ലബീബ് രംഗത്ത് വന്നത്. തുടർന്ന് ഭരണപക്ഷത്തെ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി സോമശേഖരൻ ആരോപണം നിഷേധിക്കുകയും കോൺഗ്രസും ബിജെപിയുമാണ് ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചടിച്ചു. തുടർന്ന് ബിജെപി സിപിഐഎം അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദം നടന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പേര് ജവഹർ സ്റ്റേഡിയം എന്ന് തന്നെയാണെന്നും ജവഹർ സ്റ്റേഡിയം എന്ന പേര് നിലനിൽക്കുമെന്നും അജണ്ടയിൽ വന്നത് കെ-സ്മാർട്ട് വഴി അജണ്ട തയ്യാറാക്കിയതിൽ വന്ന അച്ചടിപ്പിശകാണെന്നും വൈസ് ചെയർമാൻ PG ജയപ്രകാശ് വ്യക്തമാക്കി. വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗം തടയുവാൻ പോലീസ് എക്സൈസ് വിഭാഗങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വ്യക്തമാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ നഗരസഭ ശക്തമായ പ്രചരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഓരോ വാർഡിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ 2 ലോഡ് വെള്ളം വിതരണം ചെയ്തു വരുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. കുടിവെള്ളം രൂക്ഷമായുള്ള ചില വാർഡുകളിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും അവർ സൂചിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷങ്ങൾ അതിന് മുമ്പും നഗരസഭ കുടിവെള്ളം കൃത്യമായി കൊടുത്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ കൗൺസിൽ പറഞ്ഞത് ഒരു വാർഡിലേക്ക് 2 ലോഡ് എന്ന രീതിയിൽ കൊടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഓരോ വാർഡുകളിലേക്കും, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എല്ലാ വാർഡുകളിലേക്കും, എല്ലാ വാർഡെന്ന് പറഞ്ഞാൽ കുടിവെള്ളം ആവശ്യമുള്ള വാർഡുകളിലേക്ക് കൃത്യമായി 2 ലോഡ് എന്നാണ്. 2 ലോഡ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം കുടിവെള്ളം കൊടുക്കുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിലെ പ്രശ്നമുള്ള വാർഡുകളിലെ ബഹുമാനായ ഷാജി കൗൺസിലറും ഗീതാ ശശിയൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ചില വാർഡുകളിലെ, കാരണം ഇപ്പം ഭയങ്കര വേനലാണ്, ചില കുടിവെള്ള പദ്ധതികൾ കൂടി വെള്ളം എത്തിയ സാഹചര്യത്തിൽ ചില കോളനികൾ കൂടി ചില നഗരങ്ങളിൽ കൂടി വെള്ളം വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ വാർഡുകളിലെ ഏറ്റവും പ്രശ്നരൂക്ഷമായ വാർഡുകളിലെ ജയജയമാർ കൂടി പരിശോധിച്ചുകൊണ്ട് വെള്ളം കൊടുക്കുന്നതിന് വേണ്ട നിർദ്ദേശം ഇന്ന് കൊടുത്തിട്ടുണ്ട്. കൌൺസിൽ യോഗത്തിൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൌൺസിൽ അംഗങ്ങളായ NA ഷനോഫ്, KA സോമൻ, ശ്രീജിത്ത് താവേൻ, ഗീതാ ശശി, ഷജീഷ്, PK ബിനീഷ്, ഷാജി ആലിക്കൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു.